ഹായ് ഫ്രണ്ട്സ്, SESൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെയും കേരളത്തിലെയും സഹകരണ നിയമങ്ങളെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. ഈ ക്ലാസ് മുതൽ കേരള സംസ്ഥാന സഹകരണ നിയമത്തിൻ്റെ വകുപ്പുകളെയും ചട്ടങ്ങളെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നു. ലോകത്തെ ആദ്യ സഹകരണ നിയമമായി കണക്കാക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ ഇൻഡസ്ട്രിയൽ പ്രൊവിഷണൽ ആക്ട് 1852-നെയാണ്. ഇന്ത്യയിൽ സഹകരണം നടപ്പിലാക്കിയത് ഒരു ഗവൺമെൻറ് പോളിസിയായാണ്. 1892 മദ്രാസ് ഗവൺമെൻറ് ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ ബാങ്കും ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കും തുടങ്ങുന്നതിൻ്റെ സാധ്യതാ പഠനം നടത്തുന്നതിന് സർ ഫെഡറിക് നിക്കോൾസൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് യൂറോപ്പിലേക്ക് അയച്ചു. കമ്മിറ്റി റിപ്പോർട്ട് 3 വോളിയമായി 1895, 1897, 1899 റിപ്പോർട്ട് സമർപ്പിച്ചു. നിക്കോൾസൺ കമ്മിറ്റി 3-ാം വോളിയം 1899 സമർപ്പിച്ചപ്പോൾ റിപ്പോർട്ടിൻ്റെ ആമുഖമായി എഴുതിയിരുന്നത് ഫൈൻഡ് റഫൈസൺ എന്നായിരുന്നു. ജർമ്മൻ സഹകാരിയായിരുന്ന റഫൈസൺ മുന്നോട്ട് വെച്ച റഫൈസൺ മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിച്ചു. 1901 3-ാം ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ടും ഇന്ത്യയിലെ ദാരിദ്ര്യം അകറ്റുന്നതിനും മെച്ചപ്പെട്ട സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷത്തിന് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ നല്ലതാണെന്ന് നിർദ്ദേശിച്ചു. ഈ 2 നിർദ്ദേശങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് കൂട്ടി വായിച്ചതിനു ശേഷം 1901 സർ എഡ്വേർഡ് ലോയെ ചെയർമാനാക്കി സഹകരണ നിയമം രൂപീകരിക്കുന്നതിന് ഫെഡറിക് നിക്കോൾസനെയും ഡ്യൂപ്പർനെക്സിനെയും അംഗങ്ങളാക്കി ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് ഒരു കമ്മിറ്റി നിയോഗിച്ചു. സഹകരണ പരീക്ഷകളിൽ ചോദിക്കാറുള്ള ഒരു ആവർത്തന ചോദ്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഡ്യൂപ്പർനെക്സ് ഉത്തർപ്രദേശുകാരനായ ഒരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഇറ്റലിയിലെ യാത്രയിലെ അനുഭവമാണ് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന പുസ്തകത്തിന് കാരണമായത്. 1900 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഇന്ത്യയിൽ സഹകരണം നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. തിരിച്ചു വരാം. എഡ്വേർഡ് ലോ കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റ് 25/3/1904 മാർച്ച് മാസം 25-ാം തീയതി 1904 ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് സഹകരണ നിയമമായി പാസാക്കി. അങ്ങനെ ആദ്യത്തെ വായ്പാ സഹകരണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഷെഡ്യൂൾ 7-ലാണ് സഹകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്കിൽ നമുക്ക് വായ്പാ സഹകരണ നിയമം 1904 കുറിച്ച് കുറച്ചുകൂടി അടുത്തറിയാൻ ശ്രമിക്കാം. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 ആണ്. 29 വകുപ്പുകളാണ് ഈ നിയമത്തിലുണ്ടായിരുന്നത്. ഈ നിയമപ്രകാരം ഒരു സഹകരണ സംഘം തുടങ്ങുന്നതിനു വേണ്ടുന്ന മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് 10 ആണ്. ഈ നിയമപ്രകാരം സംഘങ്ങളെ നമുക്ക് റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും തരംതിരിക്കാം. റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലെ 5-ൽ 4 പേരും കർഷകരായിരിക്കണമെന്നതാണ് വ്യവസ്ഥ. അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ 5-ൽ 4 പേരും കർഷകരായിരിക്കാനും പാടില്ല. അംഗങ്ങൾക്ക് മാത്രമാണ് ലോൺ നൽകുവാൻ കഴിയുക. ആ വായ്പയിന്മേൽ പേഴ്സണൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് തന്നെയാണ്. സംഘത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് RCS ഓഡിറ്റ് ചെയ്യും. അതും
ഫ്രീ ഓഫ് കോസ്റ്റിലായിരുന്നു. റൂറൽ സൊസൈറ്റിയുടെ ലാഭത്തിൻ്റെ 100% റിസർവ് ഫണ്ടായി സൂക്ഷിക്കണം. അർബൻ സൊസൈറ്റിയുടെ 25% റിസർവ് ഫണ്ടായിരിക്കണം. ഇനി പറയുന്നവ 1904 വായ്പാ സഹകരണ നിയമത്തിൻ്റെ സവിശേഷതയാണെങ്കിലും നിയമത്തിൻ്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ ഡിഫക്റ്റായി നമുക്ക് കാണാം. വായ്പാ സംഘങ്ങൾ അല്ലാതെ മറ്റ് വായ്പ ഇതര സംഘങ്ങൾ തുടങ്ങുന്നതിന് ഈ നിയമം അനുവദിക്കുന്നില്ല. ഒരു മെമ്പർക്ക് 1000 രൂപയിൽ കൂടുതൽ ഓഹരി കൈവശം വയ്ക്കുന്നതിന് സാധ്യമല്ല. ലാഭവിഹിതം നൽകുന്നതിനും നിയമാവലി ഭേദഗതി ചെയ്യുന്നതിനും നിയമത്തിൽ പ്രൊവിഷനില്ല. പ്രവർത്തന പരിധി സംഘങ്ങൾക്ക് പരിമിതവുമാണ്. 1904 നിയമം ഭേദഗതി ചെയ്ത് ഡിഫക്റ്റ് ഓവർകം ചെയ്ത് പാസാക്കിയതാണ് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. ഇതിലാകെ 50 വകുപ്പുകളാണുള്ളത്. എല്ലാ തരത്തിലുള്ള സംഘങ്ങളും ഈ നിയമത്തിൻ കീഴിൽ രജിസ്റ്റർ ചെയ്യുവാൻ കഴിയും എന്നുള്ളത് ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു സംഘം തുടങ്ങുന്നതിനുള്ള മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് 10 തന്നെയാണ്. ഈ നിയമത്തിലെ എടുത്തു പറയേണ്ടുന്ന മാറ്റം സംഘങ്ങളെ ലിമിറ്റഡ് എന്നും അൺലിമിറ്റഡ് എന്നും തരംതിരിച്ചു. ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നിയമം അനുവദിച്ചു. 1904 ആക്ടിലെ പോരായ്മകൾ ഓവർകം ചെയ്യുന്നതിന് നിയമത്തിന് ഒരു പരിധി വരെ കഴിഞ്ഞു. ഡിവിഡൻഡ് നൽകുന്നതിനും നിയമാവലി ഭേദഗതി ചെയ്യുന്നതിനും 1912 നിയമം അനുവദിക്കുന്നു. 1000 രൂപയിൽ കൂടുതൽ ഓഹരി മെമ്പർക്ക് കൈവശം വയ്ക്കുന്നതിന് നിയമം അനുവദിക്കുന്നു. പരമാവധി പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 20% വരെ ഇതാകാം. ഓഡിറ്റ് നടത്തുന്നത് RCS തന്നെയാണ് ഈ നിയമത്തിലും. പക്ഷേ 1904 ഫ്രീ ഓഫ് കോസ്റ്റ് എന്നുള്ളത് 1912 അത് ഫീ ബേസ്ഡ് ആക്കി മാറി. അതോടൊപ്പം അക്കൗണ്ടുകൾ സെറ്റ് ഓഫ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷനും നിയമം അനുവദിക്കുന്നു. 1919 മൊണ്ടെയ്ൻ ചെൽസ്ഫോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 നടപ്പിലാക്കിയതുവഴി സഹകരണം സംസ്ഥാന വിഷയമായി മാറി. അന്നത്തെ ഇന്ത്യയിലെ പ്രമുഖ പ്രോവിൻസുകളെല്ലാം തങ്ങളുടേതായ സഹകരണ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ശ്രമഫലമായി 1925 ബോംബെ പ്രോവിൻസ് ആദ്യമായി സംസ്ഥാന സഹകരണ നിയമം പാസാക്കി. അതിനു പിന്നാലെ 1932 മദ്രാസും പിന്നെ ബീഹാറും നിയമങ്ങൾ പാസാക്കി. ഒന്നിലധികം പ്രോവിൻസുകളിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് ഒരു നിയമത്തിൻ്റെ ആവശ്യകത വന്നു. അങ്ങനെ 1942 മൾട്ടി യൂണിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു. ഈ നിയമം 1984 അതായത് 42 അവസാനത്തെ 2 അക്കമായ 42ൻ്റെ ഇരട്ടി 84 ഭേദഗതി ചെയ്ത് റീനെയിം ചെയ്തു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാക്കി മാറ്റി. 1984 നിയമം 2002 ഈ നിയമത്തിൻ്റെ കാതലായ മാറ്റങ്ങൾ വീണ്ടും കൊണ്ടുവന്നു. നിലവിൽ ഈ നിയമം അറിയപ്പെടുന്നത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്നുള്ളതാണ്.
നമ്മൾ ഇതുവരെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചത് ഇന്ത്യയിലെ സഹകരണ നിയമങ്ങളെക്കുറിച്ചാണ്. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്റ്റും 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അത് ഭേദഗതി ചെയ്ത് റീനെയിം ചെയ്തു 1984 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, നിലവിലത് അറിയപ്പെടുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്നാണ്. എങ്കിൽ സംസ്ഥാന സഹകരണ നിയമത്തെക്കുറിച്ച്, അതായത് സഹകരണ നിയമം കേരളത്തിലെ എങ്ങനെയാണ് എത്തപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സ്വാതന്ത്ര്യത്തിനു മുൻപും കേരള സംസ്ഥാനം നിലവിൽ വരുന്നതിനു മുൻപും കേരളം 3 പ്രമുഖ നാട്ടുരാജ്യങ്ങളായാണ് ഭരണം നടത്തിയിരുന്നത്: മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. മലബാർ മേഖല മദ്രാസ് പ്രോവിൻസിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് അവിടെ നിലനിന്നിരുന്നത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആയിരുന്നു. കൊച്ചിൻ പ്രോവിൻസിൽ സഹകരണ നിയമം 1913 നിലവിൽ വന്നു. ദിവാനായിരുന്ന പി രാജഗോപാലാചാരിയുടെ ശ്രമഫലമായിട്ടാണ് നിയമം നടപ്പിലാക്കിയത്. ഈ നിയമത്തിന് കീഴിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘമാണ് ഇടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് നമ്പർ 1. തൊട്ടടുത്ത വർഷം 1914 തിരുവിതാംകൂർ സഹകരണ നിയമം നടപ്പിലാക്കി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ രാജഗോപാലാചാരിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ബില്ല് നിയമമാക്കാൻ കഴിഞ്ഞില്ല. എം കൃഷ്ണൻ നായർ ദിവാനായ കാലഘട്ടത്തിൽ 1914 തിരുവിതാംകൂർ സഹകരണ നിയമം പാസാക്കി. ഈ നിയമത്തിന് കീഴിൽ തിരുവിതാംകൂർ പ്രോവിൻസിൻ്റെ ആദ്യ സഹകരണ സംഘം രജിസ്ട്രാറായി നിയമിതനായ വ്യക്തിയാണ് സി ഗോവിന്ദപിള്ളൈ. ഈ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സഹകരണ സംഘമാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, ഇപ്പോഴത്തെ കേരള ബാങ്ക് എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന സംസ്ഥാന സഹകരണ ബാങ്ക്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയും 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടു. ഇതിൻ്റെ ഭാഗമായി 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും ഒന്നായി 1951 തിരുക്കൊച്ചി സംസ്ഥാന സഹകരണ നിയമം നിലവിൽ വന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ തിരുക്കൊച്ചി കേരള സംസ്ഥാനമായി 1956 മാറി. എന്നാൽ സഹകരണ നിയമം കേരള സംസ്ഥാനത്തിന് ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 തന്നെയായിരുന്നു. സംസ്ഥാനത്തിന് സംസ്ഥാനത്തിൻ്റെ പേരിലുള്ള ഒരു സംസ്ഥാന സഹകരണ നിയമത്തിന് 1969 വരെ കാത്തിരിക്കേണ്ടി വന്നു. 15 മെയ് 1969 കേരള സംസ്ഥാന സഹകരണ നിയമം നിലവിൽ വന്നു. നിയമത്തിൻ്റെ നടത്തിപ്പിന് ചട്ടം ആവശ്യമാണ്. കേരള സംസ്ഥാന സഹകരണ ചട്ടം 1969 14 ജൂലൈ 1969 കേരള സംസ്ഥാന സഹകരണ ചട്ടം നിലവിൽ വന്നു. നിയമം നിയമസഭയിലും ചട്ടം ഗവൺമെൻറ്റുമാണ് നിർമ്മിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.